കുമാറിനെ ഈ പ്രതിഷേധത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാനായി നമ്മളോട് ഒപ്പം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേഖലാ പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിജെപിയുടെ ജില്ലാ നേതാക്കളായിട്ടുള്ള ശ്രീ ജസ്റ്റിൻ ജേക്കബ്, ശ്രീ ബിജോയ് തോമസ്, ശ്രീ സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ശ്രീ NR റോഷൻ, മറ്റു മണ്ഡല നേതാക്കളും മുഴുവൻ പ്രവർത്തകരെയും ഹിന്ദു വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ള മുഴുവൻ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആമുഖ ഭാഷണത്തിനായി ശ്രീ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെ ക്ഷണിക്കുന്നു. ഈ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടകൻ മേഖലയുടെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാഷ്, ഈ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, ശ്രീ ബിജോയ് തോമസ്, ശ്രീ NR റോഷൻ, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ബിജെപിയുടെ സംസ്ഥാന ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, മറ്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. തൃശൂരിന്റെ MLA CPIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം P ബാലചന്ദ്രൻ ഇന്നലെ രാത്രി ശ്രീരാമനെതിരെയും രാമായണത്തിനെതിരെയും അതിനീചമായ നികൃഷ്ടമായ രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് BJP ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, രാമായണം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണമാണ്, വിശുദ്ധ ഗ്രന്ഥമാണ് രാമായണം. കോടിക്കണക്കിന് വരുന്ന ഹിന്ദു വിശ്വാസികളുടെ ഏറ്റവും വലിയ ആരാധനാ പുരുഷനാണ് ശ്രീരാമചന്ദ്രൻ. ഇതറിയാത്ത വ്യക്തിയല്ല തൃശൂരിന്റെ MLA P ബാലചന്ദ്രൻ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് രാമായണത്തെയും ശ്രീരാമചന്ദ്രനെയും, എന്തിനേറെ പറയുന്നു സീതാദേവിയെയും ലക്ഷ്മണനെയും വരെ ഒട്ടും സഭ്യമല്ലാത്ത ഭാഷയിൽ ഒരു പൊതുപ്രവർത്തകനെന്നല്ല ഒരു മനുഷ്യൻ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള തരംതാണ പദപ്രയോഗങ്ങളിൽ കൂടിയാണ് ഈ രാമായണത്തെയും ശ്രീരാമചന്ദ്രനെയും അദ്ദേഹം വളരെ വികലമായി ചിത്രീകരിച്ചത്. ഹൈന്ദവ വിശ്വാസങ്ങൾ, ഹൈന്ദവ പുരുഷന്മാർ അവരാരും തന്നെ വിമർശനത്തിന് അതീതരാണ് എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നത് അത് ഏറ്റവും സഹിഷ്ണുതയുള്ള ധർമ്മമാണ്. ഹിന്ദുക്കൾക്ക് ദേവനിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അധികാരമുണ്ട്. നിരീശ്വരവാദിയായിരിക്കാനുള്ള അധികാരവുമുണ്ട്. ചാർവാകന്മാർ പോലും ഉൾപ്പെട്ട മതമാണ് ഹൈന്ദവ മതം എന്ന് പറയുന്നത്. അപ്പോൾ ഗുണപരമായിട്ടുള്ള വിമർശനങ്ങളെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ഞങ്ങൾ എതിർക്കാറില്ല. പക്ഷേ കോടിക്കണക്കിന് വിശ്വാസികളുള്ള ഒരു മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ, ദൈവത്തെ ഇത്രയും ഹീനമായിട്ടുള്ള രീതിയിൽ അപമാനിക്കാൻ, അവഹേളിക്കാൻ ആരാണ് P ബാലചന്ദ്രന് അധികാരം കൊടുത്തത്? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് മറ്റേതെങ്കിലും മതത്തിനെതിരെ ചെയ്യുമോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. അതെല്ലാവർക്കും അറിയാം. അങ്ങനെ ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഒരു മതത്തിനെതിരെയും ഇത് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഒരു മതത്തിനെയും മതപ്രവാചകനെയും ഇത്രയും നീചമായ രീതിയിൽ, നിന്ദ്യമായ രീതിയിൽ വിമർശിക്കരുത് എന്നുള്ളത് തന്നെയാണ് BJPയുടെ നിലപാട്. അതുകൊണ്ടാണ് കക്കുകളി നാടകവുമായി കമ്മ്യൂണിസ്റ്റുകാർ വന്ന സമയത്ത് അതിനെ ശക്തമായി BJP എതിരിട്ടത്. അതേ നിലപാട് തന്നെയാണ് P ബാലചന്ദ്രന്റെ കാര്യത്തിലും ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. തൃശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു ജനപ്രതിനിധിയല്ലേ P ബാലചന്ദ്രൻ. ജനങ്ങളോടൊരു ബാധ്യത ഉണ്ടാകട്ടെ. ഏതെങ്കിലും ഒരു മതക്കാർ മാത്രം വോട്ട് ചെയ്താണോ ഈ P ബാലചന്ദ്രൻ വിജയിച്ചത്? എത്ര ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് നേടിക്കൊണ്ടാണ് P ബാലചന്ദ്രൻ തൃശൂരിന്റെ MLA ആയത്? അങ്ങനെ ഒരു വ്യക്തി ഇത്തരത്തിൽ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് എല്ലാ മതവിശ്വാസികളെയും തുല്യമായി കണ്ടുകൊള്ളാം. ഇന്ത്യയുടെ ഭരണഘടനയും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും പാലിച്ചുകൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു MLAക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ പെരുമാറാൻ വേണ്ടി സാധിക്കുന്നത്?
ഇത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? ഭാരതത്തിന്റെ ഭരണഘടനയിൽ പറയുന്ന വിശ്വസിക്കാനുള്ള അവകാശം, മറ്റൊരു മതത്തെ നിന്ദിക്കാൻ പാടില്ല എന്നുള്ള ഭരണഘടനാ തത്വമല്ലേ പി ബാലചന്ദ്രൻ മറികടന്നത്? മറ്റൊരു മതത്തെ അവഹേളിക്കാൻ പാടില്ല, അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് പറയുന്ന ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയല്ലേ പി ബാലചന്ദ്രൻ മറികടന്നത്? അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ഒരു നിമിഷം പോലും തൃശൂരിന്റെ MLA ആയിരിക്കാൻ പി ബാലചന്ദ്രന് അവകാശമില്ല. സത്യപ്രതിജ്ഞാ ലംഘനമാണ്, ഭരണഘടനാ വിരുദ്ധ നിലപാടാണ് പി ബാലചന്ദ്രൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം പി ബാലചന്ദ്രനെ പുറത്താക്കാൻ, രാജിവെപ്പിക്കാൻ CPI തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇന്ന് ഈ നിമിഷം വരെ ശരിയായ രീതിയിൽ ഒരു മാപ്പെങ്കിലും പറയാൻ പി ബാലചന്ദ്രൻ തയ്യാറായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. പറ്റിയത് തെറ്റാണെങ്കിൽ അത് മാപ്പാണ്, നിരുപാധികം മാപ്പ് പറയുന്നു എന്ന് പറയാൻ ഇന്ന് ഈ നിമിഷം വരെ പി ബാലചന്ദ്രൻ തയ്യാറായിട്ടുണ്ടോ? അയാൾ എന്താ പറഞ്ഞത്? ഇതൊരു പഴയ കഥയാണ്, ആ കഥയാണ് ഞാൻ എഴുതിയിട്ടത്. ഇതല്ല അദ്ദേഹം പറഞ്ഞു. ഇതെന്ത് കഥയാണ്? ഇത് അയാളുടെ വീട്ടിലെ കഥയാണോ? അയാളുടെ പാർട്ടി ഓഫീസിലെ കഥയാണോ? അയാളുടെ അച്ഛന്റെ പേര് രാമൻ എന്നാണോ? അയാളുടെ അമ്മയുടെ പേര് സീത എന്നാണോ? അയാളുടെ സഹോദരന്റെ പേര് ലക്ഷ്മണൻ എന്നാണോ? അയാളുടെ സഹോദരൻ അയാളെ വിളിക്കുന്നത് എടാ തെണ്ടി എന്നാണോ? ഇത് അയാളുടെ വീട്ടിലെ കഥയാണെങ്കിൽ അയാളൊരു കഥയാണ് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവര്, രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്രയും വക്രീകരിച്ച് സീതാപഹരണം എന്ന് പറയുന്ന രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെയാണ് ഇത്രയും മോശമായി വക്രീകരിച്ച് അദ്ദേഹം ചിത്രീകരിച്ചത്. ഇത് എവിടുത്തെ കഥയാ? ഇതെവിടുത്തെ കഥയാ? നമ്മളൊരു കഥ, ഇങ്ങനെ ഒരു കഥ നമ്മൾ ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് പരസ്യമായിട്ടുള്ള അവഹേളിക്കലല്ലേ? പരസ്യമായിട്ടുള്ള അപമാനിക്കലല്ലേ? ഇത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ദിവസം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഹൈന്ദവ വിശ്വാസികൾ മണലൂരിൽ ഉയർത്തിയ ശ്രീരാമചന്ദ്രന്റെ ഫോട്ടോ അഗ്നിക്കിരയാക്കി, വലിയ ഫ്ലക്സ് ബോർഡ് അഗ്നിക്കിരയാക്കി. ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു. 3 പ്രതികളെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ആരാ പ്രതികൾ? 3 പേരും ഡിവൈഎഫ്ഐയുടെ സമുന്നത നേതാക്കന്മാരാണ്. അപ്പോൾ ഇത് CPIയുടെ മാത്രം ഒരു ഇടപാടല്ല, ഇതിൽ CPM ഉണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഹൈന്ദവ വിശ്വാസത്തെ തകർക്കാൻ, ക്ഷേത്രങ്ങളെ തകർക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷം. ശബരിമലയിൽ നട്ടപ്പാതിരിക്ക് ആംബുലൻസിൽ സ്ത്രീകളെ കൊണ്ടുപോയി ആചാര ലംഘനം നടത്തിച്ചത് ഇതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കേരളവർമ്മ കോളേജിൽ നമുക്കറിയില്ലേ? ഈ കേരളവർമ്മ കോളേജിൽ അയ്യപ്പ സ്വാമിയെ ആർത്തവ രക്തം കൊണ്ട് കുളിപ്പിച്ച ഫ്ലക്സ് വെച്ചത് SFIക്കാരായിരുന്നില്ലേ? സരസ്വതി ദേവിയുടെ നഗ്നചിത്രം വരച്ചത് SFIക്കാരായിരുന്നില്ലേ? തരം കിട്ടിയാലൊക്കെ ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള പരിശ്രമമല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തൃശൂർ പൂരം തകർക്കാൻ ശ്രമിച്ചില്ലേ? തൃശൂർ പൂരം തകർക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ? 30 ലക്ഷം രൂപയ്ക്ക് നടത്തിയിരുന്ന ആ തറവാടക 2.5 കോടിയാക്കി തകർക്കാൻ ശ്രമിച്ചില്ലേ? ഈ തൃശൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർത്ത സമയത്തല്ലേ ഇവർക്ക് പിന്നിലേക്ക് പോകേണ്ടി വന്നത്? കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഈ 32 വർഷങ്ങളായി അയ്യപ്പന്മാർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുത്തിരുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് തടഞ്ഞില്ലേ? ഇതെല്ലാം ഹൈന്ദവ വിശ്വാസികൾക്കെതിരായിട്ടല്ലേ പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് സംഘടിതമായിട്ടുള്ള നീക്കമാണ്. ഹിന്ദു വിശ്വാസികൾക്കെതിരായിട്ടുള്ള സംഘടിതമായിട്ടുള്ള നീക്കമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ചാഞ്ഞു കിടക്കുന്ന മരമാണെന്ന് കരുതി സഖാക്കളെ കൂട്ടിക്കൊരങ്ങന്മാരെ ആ മരത്തിൽ ചാടിക്കേറി ഇതിന്റെ കമ്പൊടിച്ച് രസിക്കാമെന്ന് ഒരു സഖാക്കന്മാരും വിശ്വസിക്കേണ്ട. പഴം കഞ്ഞി കുടിച്ചു വാപൊള്ളി എന്ന് നിങ്ങൾക്ക് വിലപിക്കേണ്ടി വരും. അങ്ങനെ ആർക്കും കയറി കൊട്ടാനുള്ള ചെണ്ടയല്ല ഹൈന്ദവ സമൂഹം. ആരും ചോദിക്കാൻ പറയാനുമില്ലാത്ത, ആരും ചോദിക്കാനും പറയാനുമില്ലാത്തവരാണ് ഹൈന്ദവ സംഘടന എന്ന്, ഹൈന്ദവരെന്ന് ആരും നിങ്ങൾ ധരിക്കണ്ട. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടില്ലേ? ഉറങ്ങിക്കിടക്കുമ്പോൾ കണ്ട ഒരു സ്വപ്നമായിരുന്നില്ല അയോധ്യയിൽ സംഭവിച്ചത്. അത് ചങ്കൂറ്റമുള്ള ഒരു സംഘടനയുടെ തീരുമാനമായിരുന്നു എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ? ഒരു നൂറ്റാണ്ടിൽ പോലും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് കരുതിയത് സംഭവിപ്പിച്ച പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഹൈന്ദവർക്കെതിരെ നിങ്ങൾ ഉയർത്തിയ കൈ, ആ പ്രസ്ഥാനം, അതിനെ ഞങ്ങൾ പശ്ചിമ ബംഗാളിൽ കുഴിച്ചുകൂടിയിട്ടുണ്ടെങ്കിൽ, അതിനെ ഞങ്ങൾ ത്രിപുരയിൽ പടിയടച്ച് പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രസ്ഥാനത്തെ
കുറച്ചുകൂടി പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഉണ്ണീഷ് മാഷെ ക്ഷണിക്കുന്നു. ഈ മാർച്ച് സംസാരിച്ച പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ അനീഷ് കുമാർ, മറ്റു സഹപ്രവർത്തകരെ, നല്ലവരായ മാധ്യമ സുഹൃത്തുക്കളെ നമസ്കാരം. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പോരാട്ടത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പ്രസ്ഥാനം ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമാണ്. 17ലധികം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ആത്യന്തികമായി തന്നെ ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായ മൂല്യങ്ങളെയും ഹൈന്ദവ മൂല്യങ്ങളെയും ആരാണോ തച്ചുടയ്ക്കാൻ വരുന്നത് ആ ഉയരുന്ന കൈകൾക്ക് നേരെ അതിശക്തമായ പ്രതിരോധം തീർക്കുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിന്റെ ഭാഗമായി തന്നെയാണ് സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ MLA ശ്രീ പി ബാലചന്ദ്രൻ രാമായണത്തിലെ ആരാധ്യരായ പുരുഷന്മാർക്കും അതുപോലെ സീതാദേവി അടക്കമുള്ളവർക്ക് നേരെ വളരെ മോശമായ പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഇവിടെ വന്നത് 100ലധികം പ്രവർത്തകരാണെങ്കിൽ ഇത് പ്രതിനിധാനം ചെയ്യുന്ന ലക്ഷങ്ങളെയാണെന്ന് ബാലചന്ദ്രൻ മനസ്സിലാക്കണം. ലക്ഷങ്ങളുടെ പ്രതീതിയായിട്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പ്രസ്ഥാനം സംരക്ഷിക്കാൻ പോകുന്നത് ഈ നാടിന്റെ സംസ്കാരത്തെയാണ്, ഈ നാടിന്റെ മൂല്യങ്ങളെയാണ്, ഹൈന്ദവ മൂല്യങ്ങളെയാണ്. ആ മൂല്യങ്ങൾക്ക് നേരെ ഉയരുന്ന ഏത് കൈയും ആ കൈകൾക്ക് നേരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ BJP ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് CPIയുടെ നിലപാടാണോ എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കണം. ഈ നിലപാടിനോട് CPMന് യോജിപ്പുണ്ടോ എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കണം. ഈ നിലപാടിനോട് കോൺഗ്രസിന് യോജിപ്പുണ്ടോ എന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശന് വ്യക്തമാക്കണം. അതല്ല നിങ്ങൾ ഇതിന് മൌനാനുവാദം നൽകുന്നുണ്ടെങ്കിൽ അത് തീക്കള്ളി കൊണ്ട് തല ചൊറിയുകയാണ് എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തകർത്തിട്ടുള്ളത്, നിങ്ങൾ അപമാനിച്ചിട്ടുള്ളത് കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികൾ ആരാധനാപാത്രമായി പൂജിക്കുന്ന രാമനെയാണ്, രാമായണത്തെയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ്, ഈ ലോകം മുഴുവൻ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമങ്ങളെല്ലാം തന്നെ ആ ചടങ്ങുകളെ ജനങ്ങളിൽ എത്തിച്ച സന്ദർഭത്തിലെല്ലാം തന്നെ അതിനെതിരായി നിലപാടെടുത്തുകൾ ആരൊക്കെയാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഇത് CPIയുടെ മാത്രം നിലപാടല്ല. CPM എന്ത് നിലപാടായിരുന്നു എടുത്തിരുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് നിലപാടായിരുന്നു എടുത്തിരുന്നത്? അങ്ങാടിപ്പുറത്ത് തളി ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടി എവിടെയോ കിടന്നിരുന്ന ശിവലിംഗത്തെ എടുത്തുകൊണ്ട് അങ്ങാടിപ്പുറം തളിക്ഷേത്രം പുനരുദ്ധരിക്കാൻ ശ്രമിച്ചപ്പോൾ പട്ടിപാത്തിയ കല്ലിന്മേൽ ചന്ദനം പൂശിയ കേളപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വന്ധ്യവയോധികനായ കേരള ഗാന്ധി കേളപ്പനെ അപമാനിച്ച പ്രസ്ഥാനമാണ് ഈ CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ശബരിയുമായി ബന്ധപ്പെട്ട് തന്ത്രിമാർക്കെതിരെ കോണോലെടുത്തവരെന്ന് അപമാനിച്ച സുധാകരന്റെ പ്രസ്ഥാനമാണ് CPM. ആ സുധാകരന്റെ അവസ്ഥ എന്താണ് എന്ന് എല്ലാവർക്കും ഇന്നറിയാം. അതുപോലെ തന്നെ സ്ത്രീകൾ ഈറനണിഞ്ഞ വസ്ത്രവുമായി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് പൂജാരിമാർക്ക് നഗ്നത പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ നേതാവുണ്ടായിരുന്നു കേരളത്തിൽ. അവരെവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ശബരിമല അയ്യപ്പൻ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ അയ്യപ്പൻ അപമാനിച്ച സ്വരാജ് ഉണ്ടായിരുന്നു, CPMന്റെ നേതാവാണ്. സ്വരാജ് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തവണ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശബരിമലയെ അപമാനിക്കാൻ വേണ്ടി, ശബരിമലയെ തകർക്കാൻ വേണ്ടി ആസൂത്രമായ ശ്രമം നടത്തിയപ്പോൾ കേരളത്തിലെ ജനത ഏതു തരത്തിലാണ് രാഷ്ട്രീയമായി തിരിച്ചടി നൽകിയതെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പ്രചരിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ, അമ്പലമല്ല ആൽത്തറയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട് മുഴുവൻ മുദ്രാവാക്യം വിളിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ, ആ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നും ഹൈന്ദവ വിശ്വാസങ്ങളെയും ക്ഷേത്രങ്ങളെയും തകർക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് ഇവിടെയും കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ജനാധിപത്യ രീതിയിൽ തിരിച്ചടിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യത്തിൽ ബുള്ളറ്റിനേക്കാൾ ശക്തിയുണ്ട് ബാലറ്റിന്. ജനാധിപത്യത്തിൽ വെടിയുണ്ടേക്കാൾ ശക്തിയാണ് ബാലറ്റ് പേപ്പറിന്. ആ ബാലറ്റ് പേപ്പറിലൂടെ ഈ തൃശൂരിലെ ജനത, ഈ കേരളത്തിലെ ജനത ബാലറ്റിലൂടെ മറുപടി പറയാൻ കാത്തിരിക്കുകയാണെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഞാൻ കാണുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM പ്രതികരിച്ചിട്ടില്ല.
ഇന്ത്യ മുന്നണി എന്ന സഖ്യമാണോ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്? ഇതിന്റെ പുറകിൽ ഗൂഢാലോചനയുണ്ടോ? ആരാണ് ഇതിന്റെ പുറകിലുള്ളത്? അത് കൃത്യമായ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഈ സമീപനമാണ് നിങ്ങൾ തുടരാൻ തീരുമാനമെങ്കിൽ, ഇതേ രീതിയിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ അതിശക്തമായ മുന്നേറ്റവും തിരിച്ചടിയും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി ഈ സമൂഹത്തിനെതിരെ, ഈ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ, ക്ഷേത്രങ്ങൾക്കെതിരെ, ആരാധനാലയങ്ങൾക്കെതിരെ, അത് ഏത് മതവിശ്വാസത്തിന്റെ ആയാലും അവർക്കെതിരെ കൈയോങ്ങിയാൽ ആ ഓങ്ങിയ കൈകൾക്കെതിരെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം. जय जय बीजेपी जय जय बीजेपी जय जय बीजेपी जय जय बीजेपी जय जय भारत माता जय जय भारत माता जय जय भारत माता जय जय भारत माता बालचंद्र मोरारजी बालचंद्र मोरारजी बालचंद्र मोरारजी बालचंद्र मोरारजी राजवक्तु पुरत बोगो राजवक्तु पुरत बोगो बालचंद्र मोरारजी बालचंद्र मोरारजी बालचंद्र मोरारजी बालचंद्र राजवक्तु पुरत बोगो राजवक्तु पुरत बोगो राजवक्तु पुरत बोगो राजवक्तु पुरत बोगो Jai